ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി.എ. ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് മരണവിവരം പുറത്തുവന്നത്. ബി.എ. ആളൂർ ക്രിമിനൽ കേസുകളിൽ, കുപ്രസിദ്ധ കേസുകളിൽ പല പ്രതികൾക്ക് വേണ്ടിയും കോടതികളിൽ ഹാജരായ നിലയിലാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി, സൗമ്യ കേസിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയൊക്കെ ഹാജരായതിലൂടെയൊക്കെയാണ് ആളൂരിനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അതിനുശേഷം അതുപോലെ നിരവധി ക്രിമിനൽ കേസുകളിലൊക്കെ, കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയൊക്കെ ഹാജരായ നിലയിലാണ് ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ ആളൂർ പരിചിതനായി മാറിയത്. ഇപ്പോൾ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ആളൂർ ചികിത്സയിലായിരുന്നു അല്ലേ? അതെ ശരത്, ഏതാണ്ട് 2 വർഷത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതർ പറയുന്നത് 2023 മുതൽ അദ്ദേഹം ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്കസംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അസുഖം ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി, ഇന്ന് കൂടുതൽ ഗുരുതരാവസ്ഥയിലാവുകയും അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുമായിരുന്നു. അദ്ദേഹം തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ്. ഈ ബിജു ആന്റണി ആളൂർ എന്ന ബി.എ. ആളൂർ, അദ്ദേഹം എരുമപ്പെട്ടി സ്വദേശിയാണ്. ഏറെ നാളായി കൊച്ചിയിലാണ് അദ്ദേഹം താമസം. ഇവിടെ ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലുമൊക്കെയായി അദ്ദേഹം അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും പ്രശസ്തമാവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. അന്ന് പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ബി.എ. ആളൂരായിരുന്നു. അന്ന് മുതലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഈ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ പ്രതിഭാഗത്തിന്റെ വക്കാലത്തെടുത്തിരുന്നത് ഈ ബിജു ആന്റണി ആളൂരായിരുന്നു. എലന്തൂർ ഇരട്ട നരബലി കേസ് ഉൾപ്പെടെ ഉള്ള കേസുകളിൽ, ഒപ്പം ഈ സോളാർ കേസിൽ ഒരു ഘട്ടത്തിൽ സരിതാ നായരുടെ അഭിഭാഷകനായി ഈ ബിജു ആന്റണി ആളൂർ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ പ്രതിഭാഗത്തിന് വേണ്ടി വക്കാലത്തെടുത്തത് ബി.എ. ആളൂരായിരുന്നു. ഏതായാലും കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ ആരോഗ്യനില കൂടുതൽ മോശമായി. അങ്ങനെ അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ, ആളൂരിൻ്റെ മരണവാർത്ത സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.